മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് ആക്ഷേപിച്ച വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെ ഡിവൈഎഫ്ഐ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധമാണ്. അഭിപ്രായ ഭിന്നതകൾക്കുള്ള മറുപടി വർഗീയ ചാപ്പകളല്ലെന്നും വെള്ളാപ്പള്ളി പ്രസ്താവന തിരുത്തണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. അസ്ലം ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അസ്ലം, വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ, തീവ്രവാദി എന്ന പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം രേഖപ്പെടുത്തിയത്? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെ തീവ്രവാദ ചാപ്പകുത്തി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം ഒന്നാകെ രംഗത്ത് വരികയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവനയിലൂടെ വെള്ളാപ്പള്ളി നടേശൻ തന്റെ പ്രസ്താവന തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെ തീവ്രവാദം ആക്ഷേപിച്ച അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. അത്തരം പരിശ്രമങ്ങളെ വിഫലമാക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. ഏതുതരം വർഗീയ രാഷ്ട്രീയത്തെയും തുറന്നു നിൽക്കേണ്ട കാലത്ത് രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം, അഭിപ്രായ ഭിന്നതകൾക്ക് അപ്പുറമുള്ള മറുപടി വർഗീയ ചാപ്പകളല്ല എന്ന് സമൂഹം കൂടി തിരിച്ചറിയേണ്ട കാലമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്തരം പരാമർശം നടത്തുന്ന ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധമാണെന്ന് കൂടി പറയുന്നത്. അതായത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ വർഗീയ പരാമർശങ്ങളുമായി വന്നപ്പോൾ CPM-ഓ CPM-മായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനകളോ ആ അർത്ഥത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളി രംഗത്ത് വന്നിരുന്നില്ല. അതേസമയം ഇത് ഒരു പരിധി കൂടി കടന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ തന്നെ വർഗീയവാദിയെ ചിത്രീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയും വ്യാപകമായ പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ നേരത്തെ ഷിജു ഖാൻ ഡിവൈഎഫ്ഐ നേതാവ് ഒരു പ്രസ്താവന ഇട്ടിരുന്നു. അതിനപ്പുറത്തേക്ക് സംഘടനയുടെ നിലപാടായി വന്നിരുന്നില്ല. ഇപ്പോൾ സംഘടന തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പ്രസ്താവന തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ജീന, ശരി. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പ്രസ്താവന തിരുത്തണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യ. വിശദാംശങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.